ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടിയായ കോൺഗ്രസിന്റെ ചരിത്രം അധികാര കൊതിയുടെയും ഒറ്റിക്കൊടുക്കലിന്റെയും കറുത്ത ഏടുകളാൽ സമ്പന്നമാണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ആ ചരിത്രം വീണ്ടും ആവർത്തിച്ചാൽ കർണാടകയിലെ കോൺഗ്രസ് ആണ് പിളരുക. അവിടെ പിളരുമെന്ന് മാത്രമല്ല, സർക്കാരും താഴെ വീഴും. പിളർന്നു പോകുന്ന വിഭാഗത്തിന് പിന്തുണ നൽകി ബദൽ സർക്കാർ രൂപീകരിക്കാൻ തയ്യാറാണെന്ന സൂചന BJP നൽകിയതിനാൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണ് കർണാടകയിൽ നിലവിലുള്ളത്. DK ശിവകുമാർ വിഭാഗം കോൺഗ്രസ് വിട്ടാൽ ആ വിഭാഗത്തിനും ഇനി അതല്ല, മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് കോൺഗ്രസ് മാറ്റി നിർത്തുന്നതെങ്കിൽ സിദ്ധരാമയ്യക്ക് തന്നെ പിന്തുണ നൽകാനുമാണ് BJPയുടെ നീക്കം. ഇതോടെ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോഴുള്ളത്. BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് അവർ അധികാരത്തിലുണ്ടായിരുന്ന കർണാടകയിൽ ഭരണം പിടിക്കുക എന്നത് പ്രധാന ടാർഗറ്റ് ആയതിനാൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഭയക്കുന്ന കാര്യവും. പണവും കേന്ദ്ര ഭരണവും ഉള്ളതിനാൽ BJP വിചാരിച്ചാൽ കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഭിന്നത മുതലെടുത്ത് സർക്കാരിനെ വീഴ്ത്താൻ നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ പ്രതിഫലനം കേരളത്തിലും സംഭവിക്കുമെന്ന കാര്യവും ഉറപ്പ്. അതാകട്ടെ ആത്യന്തികമായി UDFനാണ് തിരിച്ചടിയാകുക. കർണാടക കോൺഗ്രസിലെ അധികാര പോര കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും കഴിവുകേട് തന്നെയായാണ് വിലയിരുത്തേണ്ടത്. ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി ഡൽഹിയിലെ സിംഹാസനത്തിലിരുന്ന് രാജ്യമെങ്ങുമുള്ള സംസ്ഥാന നേതാക്കളുടെ സിംഹാസനം ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്തു. സംസ്ഥാന മുഖ്യമന്ത്രിമാരെ പരസ്പരം പോരടിപ്പിച്ച് തന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ കീഴടങ്ങൽ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച ആ യുഗം ഒരു രാഷ്ട്രീയ നാടകീയതയായിരുന്നു. വീരേന്ദ്ര പാട്ടീലിനെയും ദേവരാജ് ഉർസിനെയും പോലുള്ള അധികായന്മാരെ ഒരു ദയയുമില്ലാതെ നിഷ്പ്രഭരാക്കിയ ആ ഹൈക്കമാൻഡ് രാഷ്ട്രീയം കർണാടകയിൽ വീണ്ടും അരങ്ങേറുകയാണ്. എന്നാൽ ആ പോരാട്ടത്തിൽ കാലം പ്രതികാരം വീട്ടും. ഇന്ന് ആ കഥയും കളിയുമെല്ലാം പൂർണ്ണമായി മാറ്റി എഴുതപ്പെട്ടു എന്ന് പറഞ്ഞാലും തെറ്റില്ല. അന്നത്തെ ഡൽഹി ഹൈക്കമാൻഡ് ഇന്ന് അധികാരവും ഗാംഭീര്യവുമില്ലാതെ വെറും കാഴ്ചക്കാരായി മാറിയിരിക്കുകയാണ്. കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും എന്ന രണ്ട് അധികായന്മാർ ചേർന്ന് ഡൽഹിയിലെ കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കൈയടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സർക്കസിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. നെഹ്റു കുടുംബവും അവരുടെ ഡൽഹി പ്രമാണിമാരും ഇന്ന് പൂർണ്ണമായും ശക്തിയില്ലാത്തവരാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്ന കാര്യം. കൂടാതെ വിചിത്രമായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് അധം പതിച്ചു പോയതിന്റെ ഏറ്റവും പുതിയതും അതേസമയം ഏറ്റവും പരിഹാസ്യവുമായ ഉദാഹരണമാണ് കർണാടകയിലെ ഇപ്പോഴത്തെ അധികാര വടംവലി. 2023 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചതിന് പ്രധാന കാരണം ശിവകുമാർ ആണെങ്കിലും തന്ത്രപരമായി സിദ്ധരാമയ്യയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കി. കർണാടകയിൽ ഇപ്പോൾ തുടരുന്ന ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം യഥാർത്ഥ ഹൈക്കമാൻഡ്, അതായത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കുടുംബവുമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.